സിന്ധു നദീതീരത്തെ കുഞ്ചരം എന്നൊരു രാജ്യം. അവിടെയുള്ള ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തൽ ആയിരുന്നു. രാജ്യത്ത് എവിടെ നോക്കിയാലും തിന്നുകൊഴുത്തു നടക്കുന്ന കാലികളെ കാണാമായിരുന്നു. ഉടമസ്ഥർ കന്നുകാലികളെ ബന്ധിക്കാത്തതിനാൽ അവ സ്വതന്ത്രമായി സഞ്ചരിച്ചു വന്നു. ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ കഴിഞ്ഞു വന്നിരുന്നു. കുഞ്ചരരാജനും വളരെ ശ്രേഷ്ഠനായിരുന്നു. രാജാധികാരം ഒരിക്കലും ഏകാധിപത്യം ആകരുതെന്ന് വിശ്വസിച്ചിരുന്ന രാജാവ് സമർത്ഥരായ 7 പേരെ തന്റെ കാര്യദർശികളായി വച്ചിരുന്നു. അവരുടെ സഹായത്തോടെയാണ് അദ്ദേഹം രാജ്യഭരണം നടത്തിയിരുന്നത്. കുഞ്ചരരാജന്റെ കാര്യദർശികളിൽ ഒരാളുടെ പുത്രനായിരുന്നു സുകുമാരൻ. പിതാവ് ശ്രേഷ്ഠനും തന്റെ പ്രവൃത്തി കൊണ്ട് വിഖ്യാതനുമായിരുന്നെങ്കിൽ സുകുമാരൻ വളരെ നീചൻ ആയിട്ടാണ് വളർന്നത്. തികഞ്ഞ അന്യായക്കാരനും ക്രൂരനുമായ സുകുമാരൻ സഹചരെ ദ്രോഹിച്ചും നീചമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചും കഴിഞ്ഞു. പ്രായപൂർത്തിയായപ്പോൾ സുകുമാരൻ കുഞ്ചരരാജാവിന്റെ കാര്യദർശി സ്ഥാനം വഹിക്കുന്ന പിതാവിനെ ധിക്കരിച്ച് ഒരു ചണ്ഡാല സ്ത്രീയെ വിവാഹം കഴിച്ചു. കാലങ്ങൾ കടന്നുപോയി. സുകുമാരൻ ചണ്ഡാല സ്ത്രീയിൽ 7 കുഞ്ഞുങ്ങൾ പിറന്നു. 5 ആണും 2 പെണ്ണും. ഒരിക്കൽ ചണ്ഡാല സ്ത്രീ തന്റെ പതിയായ സുകുമാരനോട് ഇങ്ങനെ പറഞ്ഞു: സിന്ധു നദീ തീരത്ത് നടക്കുന്ന ഉത്സവം കാണാൻ എനിക്ക് പോകണമെന്നുണ്ട്. അതിനാൽ തലയിൽ ചൂടാൻ എനിക്ക് വിശിഷ്ടമായ കുറെ പൂക്കൾ വേണം. വിശിഷ്ട പുഷ്പങ്ങൾ ഏതൊക്കെയെന്നും അവ എവിടെ ലഭിക്കും എന്നും അവൾ ഭർത്താവിനെ പറഞ്ഞു ധരിപ്പിച്ചു. പ്രിയ പത്നിയുടെ ആഗ്രഹമല്ലേ സുകുമാരൻ ആ പുഷ്പങ്ങളും തേടി വനത്തിലേക്ക് യാത്രയായി. ഘോര വനത്തിലൂടെയുള്ള യാത്ര സുകുമാരനിൽ യാതൊരു ഭയവും ഉളവാക്കിയില്ല. നടന്ന് നാഗേശ്വരം എന്ന സ്ഥലത്തെ ഒരു മലമുകളിൽ അയാൾ എത്തിച്ചേർന്നു. മലമുകളിൽ എത്തിയ സുകുമാരൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ശിവാലയവും അതിനകത്ത് മഴയും വെയിലും ഏറ്റു നശിക്കാറായ അവസ്ഥയിലുള്ള ഒരു ശിവലിംഗവും കാണുകയുണ്ടായി. മറഞ്ഞുകിടക്കുന്ന ശിവലിംഗത്തെ എടുത്ത് നിവർത്തിവെച്ച സുകുമാരൻ ആ ലിംഗവിഗ്രഹത്തിനു മുകളിൽ ഒരു കുടക്കല്ലും വച്ചു. ശിവലിംഗത്തിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനും ആ വിഗ്രഹത്തെ ശരിയായി ഉറപ്പിക്കുന്ന ജോലികളിലുമായി വ്യാപൃതനായ സുകുമാരൻ ആ രാത്രി ഒരു പോള കണ്ണടയ്ക്കാതെ തന്റെ ജോലി തുടർന്നു. നേരം പ്രഭാതമായി. രാത്രി മുഴുവൻ ഉറക്കമിളച്ച് താൻ വൃത്തിയാക്കിയ ക്ഷേത്ര പരിസരത്തെയും ശിവലിംഗത്തെയും നോക്കി തൃപ്തിയടഞ്ഞ ശേഷം തന്റെ പ്രിയതമയ്ക്ക് പൂക്കൾ ശേഖരിക്കുന്നതിനായി താഴ്വര ലക്ഷ്യമാക്കി യാത്രയായി. വൈകുവോളം അവിടെയെല്ലാം ചുറ്റി നടന്ന സുകുമാരൻ തനിക്കു ലഭിച്ച പുഷ്പങ്ങളുമായി സ്വവസതിയിലേക്ക് തിരിച്ചു. വർഷങ്ങൾ പലതും കഴിഞ്ഞു. വാർദ്ധക്യം ബാധിച്ച് രോഗശയ്യയിലായ സുകുമാരൻ ഒരു നാൾ മരിച്ചു. ചണ്ഡാലനായ അവന്റെ ജഡം അനാഥമായി. അതിനാൽ മറ്റുള്ളവർ ആ ജഡം സിന്ധുവിലേക്ക് വലിച്ചെറിഞ്ഞു. ചണ്ഡാലനായ സുകുമാരന്റെ ആത്മാവ് കൊണ്ടുപോകാൻ യമപുരിയിൽ നിന്നും കാലദൂതന്മാരെത്തി. അതോടൊപ്പം കൈലാസത്തിൽ കൊണ്ടുപോകാൻ ശിവദൂതന്മാരും വന്നുചേർന്നു. സുകുമാരന്റെ ആത്മാവ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കാലദൂതന്മാരും ശിവദൂതന്മാരും തമ്മിൽ തർക്കമായി. പ്രിയ സുഹൃത്തുക്കളെ, ഇവനെ കൊണ്ടുപോകാനുള്ള അർഹത നിങ്ങൾക്കല്ല, മറിച്ച് ഞങ്ങൾക്കാണുള്ളത്. ശിവദൂതന്മാരുടെ വാക്കുകൾ കേട്ട് യമദൂതന്മാർ ചോദിച്ചു: അതെങ്ങനെ? ഇവൻ നീചനായ ഒരു ചണ്ഡാലൻ ആണ്. അതുകൊണ്ട് ഇവന്റെ ആത്മാവ് ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിതന്നെ. നീചനായ ചണ്ഡാലൻ ആണ് ഇവനെങ്കിലും ഇപ്പോൾ കൈലാസത്തിലിരിക്കുവാൻ അർഹത നേടിക്കഴിഞ്ഞിരിക്കുന്നു. ശിവദൂതന്മാരുടെ മറുപടി കേട്ട് യമദൂതന്മാർ തുടർന്ന് ചോദിച്ചു: ദുഷ്ടനായ ഇവൻ എങ്ങനെയാണ് കൈലാസത്തിലേക്ക് ചെല്ലുവാൻ അർഹനായത്? യമദൂതന്മാരുടെ സംശയം നിവാരണത്തിനായി ശിവകിങ്കരന്മാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: ഈ ചണ്ഡാലൻ അറിയാതെ ശിവരാത്രി വ്രതം ആചരിച്ചു. അതും ഒരു രാത്രി മുഴുവൻ പ്രയത്നിച്ച് ശിവലിംഗം യഥാവിധി ഉറപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ മഹത്വമേറിയ ഒരു കർമ്മം ചെയ്യുകയാൽ ഇവന്റെ പാപങ്ങൾ മുഴുവൻ നശിച്ചിരിക്കുന്നു. അതിനാൽ മഹേശ്വരന്റെ കൽപ്പനപ്രകാരം ഞങ്ങൾ ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നതാണ്. ശിവകിങ്കരന്മാരുടെ വിശദീകരണങ്ങളൊന്നും തൃപ്തിയാകാതെ യമദൂതന്മാർ തർക്കം തുടർന്നു. ചണ്ഡാലനായിരുന്ന ഇവൻ കൂടുതലും നീചപ്രവർത്തികൾ മാത്രമാണ് ചെയ്തിരുന്നത്. അതിനാൽ ഇവന്റെ ആത്മാവിനെ നിങ്ങൾക്കൊരിക്കലും കൊണ്ടുപോകാൻ സാധ്യമല്ല. അതിന് ഞങ്ങൾ അനുവദിക്കുകയും ഇല്ല. ഇരുകൂട്ടരുടെയും തർക്കം കേട്ട് അവിടെ പ്രത്യക്ഷനായ യമധർമ്മൻ തന്റെ ദൂതന്മാരോട് പറഞ്ഞു: സുകുമാരൻ എന്ന ഈ ചണ്ഡാലന്റെ ആത്മാവ് ഇപ്പോൾ മോക്ഷം പ്രാപിച്ചിരിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ ഇവൻ ശിവലിംഗത്തെ പരിചരിച്ചു. അന്നു ശിവരാത്രിയായിരുന്നു. പിറ്റേന്ന് മുഴുവൻ പുഷ്പങ്ങൾ തേടി അലഞ്ഞതിനാൽ ഉറങ്ങാനും കഴിഞ്ഞില്ല. യാദൃശ്ചികം ആയിട്ടാണെങ്കിലും അനുഷ്ഠിച്ച ശ്രേഷ്ഠമായ കാര്യം കൊണ്ട് ഈ ചണ്ഡാലൻ മോക്ഷപ്രാപ്തനായി. ഇവന്റെ ആത്മാവിനെ ശിവദൂതരോടൊപ്പം കൈലാസത്തിലേക്കേക്കുക. അവർ പോകട്ടെ. യമധർമ്മന്റെ നിർദ്ദേശപ്രകാരം യമദൂതന്മാർ സുകുമാരന്റെ ആത്മാവിനെ വിട്ടുകൊടുത്തു. ശിവരാത്രി വ്രത മഹാത്മ്യത്തിന് മകുടോദാഹരണമാണ് ചണ്ഡാലനായ സുകുമാരന്റെ കഥ.